ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. ഫോർട്ട് കൊച്ചിയിൽ വിദ്യാർത്ഥിയെ ആക്രമിച്ചെന്ന് പരാതി. ട്യൂഷന് പോവുകയായിരുന്ന വിദ്യാർത്ഥിയെ ആക്രമിച്ചതായി പരാതി. വെള്ളിയാഴ്ച വൈകിട്ട് 4:45 ഫോർട്ട് കൊച്ചി വെളി മന്ദിരം പള്ളിക്ക് സമീപത്ത് വെച്ചാണ് ട്യൂഷന് പോവുകയായിരുന്ന 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ വിഷ്ണുവിനെ ഒരാൾ ആക്രമിച്ചത്. ഏകദേശം 5 മണിയായി. കൊച്ച് ട്യൂഷന് പോണ വഴിക്ക്, സുഹൃത്തിൻ്റെ മോനാണ്, ട്യൂഷന് പോകുന്ന വഴിക്ക് കുട്ടിയെ ആരോ സൈക്കിളിൽ വന്ന് ഇടിച്ചിട്ടിട്ട് കൊച്ചിൻ്റെ ബാഗൊക്കെ വലിച്ചെറിഞ്ഞ് കഴുത്തിന് കുത്തിപ്പിടിച്ച് ആക്രമിച്ചതാണ് പറഞ്ഞത്. കുട്ടി കുതിറി രക്ഷപ്പെടാൻ ശ്രമിച്ച് അവിടെ ഉണ്ടായിരുന്ന അയൽവാസികളായ വീട്ടുകാരൊക്കെ കൂടി വന്ന് അവനെ പിടിച്ചു മാറ്റാൻ നോക്കിയിട്ട് അവരെയൊക്കെ ആക്രമിക്കാൻ ശ്രമിച്ചെന്നാണ് പറയുന്നത്. കുട്ടി ഓടി രക്ഷപ്പെട്ടതാണ്. അവിടെ നിന്ന് ഓടിക്കളഞ്ഞതുകൊണ്ട് മാത്രമാണ്. എന്തുകൊണ്ടിട്ടാണ് ഇങ്ങനൊരു കുറ്റകൃത്യം ചെയ്തതെന്ന് അറിയില്ല. ഇപ്പോൾ ആർക്കും പുറത്ത് 10 വയസ്സുള്ള ഈ കുട്ടിക്ക് പോലും റോഡിലിറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. കുട്ടിയുടെ കഴുത്തിൽ കയറി പിടിക്കുകയും ബാഗ് വലിച്ചെടുക്കുകയും മറ്റും ചെയ്തതായി പരാതിയുണ്ട്. കുട്ടി ഭയചകിതനായിരുന്നു. ആളുകൾ ഇടപെട്ടിട്ടും ഇയാൾ ആക്രമണവാസന തുടർന്നു എന്നാണ് പരാതി. ട്യൂഷന് പോകുമ്പോൾ ഈ സൈക്കിളിനെ പെട്ടെന്ന് ഒരാൾ വന്ന് എന്നെ ഇടിച്ചിട്ടിട്ട് എൻ്റെ ബാഗൊക്കെ പൊട്ടിച്ചെടുത്ത് കൊലയ്ക്ക് കയറി പിടിച്ചു. മറ്റവിടുത്തെ നാട്ടുകാർ മൊത്തം ഓടിയെന്ന് പറഞ്ഞിട്ടും ഈ പറഞ്ഞ ആള് കേട്ടില്ല. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഓടി. ഫോർട്ട് കൊച്ചി വെളി മന്ദിരത്തിന് സമീപം പ്രസാദിന്റെ മകനാണ് വിഷ്ണു. സംഭവത്തിൽ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. കൊച്ചിനിപ്പോൾ വീട്ടിൽ നിന്ന് ട്യൂഷനിലേക്ക് പോണ ടൈമിലായിരുന്നു ഈ സംഭവം നടക്കുന്നത്. ഇതെന്ന് വെച്ചാൽ വീട്ടിലേക്ക് ചായയും കുടിച്ചിട്ട് ട്യൂഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. റോഡിലെത്തിയില്ല, അതിൻ്റെ മുമ്പേ തന്നെ ഇങ്ങനെ ആക്രമണം. അപ്പോൾ അയൽവാസികളൊക്കെ പറഞ്ഞിട്ട് അവർക്കാണ് തെറി പറയണത്. അപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ട, അയൽവാസിക്കും തെറി പറഞ്ഞുകൊണ്ടിരിക്കണേ. പിന്നെ ചെക്കൻ്റെ കഴുത്തി പിടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ചെക്കനെ പെട്ടെന്ന് ആ ടൈമിൽ എന്തെങ്കിലും പറ്റിയാൽ എന്ത് ചെയ്യും? ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.